ആ ബറോസ് കണ്ട് ആറാട്ടന് ഉറങ്ങിന്നൊക്കെ അറിഞ്ഞു. എന്ത് ബറോസ് കണ്ടപ്പോൾ ഉറങ്ങി? ഇന്നലെ ഉറങ്ങിയില്ല. ആദ്യമേ പറഞ്ഞാണ് ഈ ജിജു ബിനോസ് എന്ന മൈഡി കുടിച്ചേണ്ട ആളാണ്. പുള്ളി സിനിമയിൽ പിന്മാറി. പിന്നെ ആന്റി മെമ്പർ ഇൻവോൾവ് ചെയ്തു സ്ക്രിപ്റ്റിലല്ല. അപ്പോഴേക്ക് പ്രതീക്ഷ പോയതാണ്. പിന്നെ അടുത്ത കാലത്ത് പുള്ളി വന്ന് കുറെ തള്ളൊക്കെ ഉണ്ടായിരുന്നു. ലങ്കൻ ഭരദ്വാജിന്റെ ഇന്റർവ്യൂ മറ്റല്ല. അപ്പോൾ കുറച്ച് പ്രതീക്ഷ വന്നു. പക്ഷേ പടം ഗുണമില്ല. ജാക്ക് ആഞ്ചൽ നമ്മുടെ സന്തോഷ് വേണ്ട ജാക്ക് ആഞ്ചൽ ഉണ്ടായിരുന്നു മഞ്ജുവാരായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ പടമാണ്. അതേപോലെ ഉണ്ട് സന്തോഷ് വേണ്ട ഏത് ഫിലിം ചെയ്താലും ആ അവസ്ഥയാവും. നിനക്ക് ഇഷ്ടപ്പെട്ടെന്നും പറയുന്നത് കേട്ടല്ലോ. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഭയങ്കര പ്രശ്നമാണ്. നല്ല പടം, അടിപൊളി മേക്കിങ്ങാ. ഇതുപോലത്തെ ഒരു 3D ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ. അല്ല അടിപൊളിയാന്ന് പടം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും ഉറങ്ങിയൊന്നുമില്ല. കണ്ണാടി വെച്ചേക്കുന്നുണ്ട് ആരൊക്കെ ഉറങ്ങുന്ന അറിയാൻ പറ്റാത്ത അവസ്ഥയായി. എന്തിനാ 3D ആവശ്യം? ഞാൻ കണ്ണാടി ഊരി നോക്കിയപ്പോ ഇട്ട് നോക്കിയപ്പോ ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഒരു വ്യത്യാസമില്ല. അല്ല ചേട്ടൻ നെഗറ്റീവ് പറഞ്ഞ റിവ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് 1 മില്യന് മേളിൽ പോയി. സെക്കൻഡ് ഹാഫ് നല്ലതാന്ന് പുള്ളി പറഞ്ഞു, അത് പോയില്ല. മറ്റേ ഇൻസ്റ്റാഗ്രാമില് 1.5 മില്യൺ. അതെ. അല്ല സെക്കൻഡ് ഹാഫ് ഇട്ടപ്പം കുറെ കമന്റ് വന്നു കേട്ടോ. നിനക്ക് എവിടുന്ന് ഇടി കിട്ടി. ഫസ്റ്റ് ഹാഫ് തെറി പറഞ്ഞു കൂറപ്പടം എന്ന് പറഞ്ഞു. അല്ല കൂറപ്പടം ഇട്ടപ്പം പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞിട്ട് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ വേണ്ടി ഉള്ള പ്ലാനാന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെ കമന്റ് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് വരെ പറയണ എന്നെ ആരും അടിച്ചു പോകുന്നു. അതാണ്. എന്തായാലും ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി പടം എന്ന് പറയാം. ഏത് ബറോസ്. ചിരിക്കാൻ കുറേ ഉണ്ട്. എന്നിട്ട് ആറെണ്ണം ചിരിച്ചില്ലല്ലോ, ഉറങ്ങുവാന്നാണല്ലോ പറഞ്ഞ. ഉറക്കുമല്ല പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞ് പുള്ളി ഉറങ്ങിപ്പോയി കേട്ടോ. അത് കൂർക്കമ്പലി കേട്ടോ. ആണോ? ആറ് വേറെ ആൾക്കാർ കൂർക്കം വലിച്ചോ? അറിയില്ല. ഇനിയിപ്പോ നല്ലത് പറയാനുണ്ടോ? ഇവന് കൂർക്കമ്പലിക്ക് ഞാൻ കേട്ടാണ്. എന്തുവാ? ഞാൻ ഉറങ്ങിയില്ല. കാരണം എന്താ പറയാ, നമുക്ക് ഒരു ചെറുതായിട്ട് പോലും ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് ടെക്നിക്കലി നല്ലതാണ്. അല്ല എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്. ഇതുപോലത്തെ ഒരു പടം 3D ഞാൻ കണ്ടിട്ടില്ല. സംഭവം സൂപ്പറാ, അടിപൊളിയായിട്ടുണ്ട്. ആരും ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടറാണ്. പാട്ട് പാടും, ഡാൻസ് കളിക്കും, സ്കിറ്റ് ചെയ്യും, എല്ലാം ചെയ്യും. മമ്മൂട്ടിക്ക് കുറച്ച് ബുദ്ധിയില്ല. പുള്ളിക്ക് പറ്റാൻ വേണമെങ്കിൽ പുള്ളി ചെയ്യുള്ളൂ. മമ്മൂട്ടിക്ക് കേസൊന്നും ഇല്ല, മോഹൻലാലിന് മാത്രമേ കേസൊക്കെ ഉള്ളൂ അല്ലേ? എന്ത് കേസ്? ആനക്കൊമ്പ്. ഏത് മണ്ടത്തരം, ഒരുപാട് മണ്ടത്തരം കാണിക്കുന്നുണ്ട്. മണ്ടത്തരത്തിന്റെ എൻസൈക്ലോപീഡിയ ആണ് മോഹൻലാൽ. അത് കൊച്ചു പിള്ളേർക്ക് എടുത്തിട്ട് അലക്കാൻ തുടങ്ങി. കൊച്ചുങ്ങളൊക്കെ മോശമാണെന്നൊക്കെ പറഞ്ഞു. പിള്ളേർക്ക് എടുത്ത പടമാണെന്ന് പോലും. ഒരു കാലത്ത് മോഹൻലാൽ എന്തുവന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. 80-കളിൽ 90-കളിലല്ല. അന്നൊക്കെ നല്ല ഡയറക്ടേഴ്സ് ആണ്. അന്ന് നല്ല ഡയറക്ടേഴ്സുണ്ടായിരുന്നു. അല്ല സത്യം പറഞ്ഞാൽ മിക്സ്ഡ് റിവ്യൂ വന്നേക്കുന്നത്. മിക്സ്ഡ് റിവ്യൂ ഒന്നല്ല, മിക്സ്ഡ് റിവ്യൂ. കുറച്ച് ചിലര് പറയുന്നത് നെഗറ്റീവ് പറയാൻ വേണ്ടി തന്നെ വരുന്ന ആൾക്കാരുണ്ട്. ഏതാ ഇവിടെ പിള്ള മനസ്സിൽ കള്ളമില്ല, കുട്ടികളൊക്കെ മോശം പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ തന്നെ നെഗറ്റീവ് റിവ്യൂ ആണ് മുഴുവൻ എല്ലായിടത്തും. ഫസ്റ്റ് നിങ്ങളാണല്ലോ ഇട്ട നെഗറ്റീവ് റിവ്യൂ. ഇവിടെ കൊള്ളില്ല. ഇപ്പൊ അതിനമ്മമാരെ എന്നെ അടുക്കി ഇടിക്കുന്ന പറയാനുണ്ട്. ഞാൻ എല്ലാരും പറഞ്ഞ ഉറങ്ങിപ്പോയെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. അതിനിപ്പോൾ ആറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 2 ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് ഈ ഓൺലൈനിൽ കിടന്ന് ഇവർ തള്ളി കുറച്ച് ക്രിസ്മസ് ആയിക്കോട്ടെ വന്നു. കുറച്ച് മറ്റേ ഈ ലുളുമാഞ്ഞ് നോക്കിയപ്പോൾ ഇതുണ്ട്, സോളോ ഹൗസ്ഫുൾ അല്ല, സീറ്റെല്ലാം കുറച്ചുണ്ട്. ഹൗസ്ഫുൾ ഒന്നും അല്ലല്ലേ? ഫസ്റ്റ് ഹൗസ്ഫുൾ അല്ല. അപ്പൊ നാളെ ആകുമ്പോഴത്തേനും ഒട്ടും ഉണ്ടാവില്ല. ദൃശ്യം ഹൗസ്ഫുൾ ആയില്ല. ദൃശ്യമാണ് ഞാൻ ഹൗസ്ഫുൾ ആയി. പക്ഷെ ഇതുണ്ടല്ലോ, മിക്കവാറും ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ആരും കാണത്തില്ല. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ പടം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് തൊട്ട് ചേട്ടൻ പറഞ്ഞത് ഇത് വിജയിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് അത് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒക്കെ സംഭവിച്ചു. അത്രയും മുൻകൂട്ടി പറഞ്ഞ് അല്ല അയച്ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. മനസ്സിലായി. ഇത് പിള്ളേർക്ക് എടുക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് പിള്ളേർ കളിയാക്കും. പിള്ളേർ അവിടെ ഇവിടെ ഇരുന്ന് ഇപ്പോൾ പിള്ളേരുടെ എല്ലാം മൊബൈലുണ്ട്, അവർക്ക് ചാനലുണ്ട്, പറയാൻ മടിയില്ല. ഇസബല പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അത്ര മോശം. ആൾക്കാർ ഭയങ്കര കളിയാകുന്നു. എവിടെ ഇസബല 3-4 പാട്ടുണ്ട്. അത് 2 കണ്ട് ലാലേട്ടൻ പാടിയത്. ഇസബല പാടിയോ? കുറച്ച് സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. സെന്റിമെന്റ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല 3D ഒക്കെ കാണാൻ നല്ല രസമാണ്. എനിക്ക് സെക്കൻഡ് ഹാഫ് അല്ല. ഓ ഫസ്റ്റ് ഹാഫ് വേണ്ടി ജാക്ക് ആഞ്ചൽ സ്റ്റൈലാണ്.
ഇയാൾ പറയണ്ടായിരുന്നു ഇപ്പോൾ സന്തോഷ് സിൻഹയുടെ എപ്പോൾ ചെയ്താലും എന്താണ് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡൊക്കെയാണ്. ഇതിന് എന്ത് അവാർഡ് കിട്ടാമെന്നാണ്? ഈ മരക്കാരന് കിട്ടാമെങ്കിൽ ഇതിനും കിട്ടും. മരക്കാരൻ നാഷണൽ അവാർഡ് കിട്ടിയതാണ്. ഏറ്റവും നല്ല 3D പടത്തിനുള്ള അവാർഡ് ഈ വർഷം ഇന്ത്യക്ക് ഏതാ? വേറെ പടം ഇറങ്ങിയിട്ടില്ലല്ലോ. സംവിധാനത്തിനുള്ള ചില മോഹൻലാൽ പറയുന്നു ആദ്യമായിട്ടാണ് ഒരു ആക്ടർ 3D ഫിലിം ഡയറക്ട് ചെയ്യുന്നത്. അത് പുള്ളിയാണ്. ഓക്കെ ഓക്കെ, വലിയ കാര്യമായി പോയി. ഞാൻ കണ്ണാടി ആദ്യമായിട്ടാണ് ഒരു 3D ഫിലിം ഒരു ആരെങ്കിലും ഡയറക്റ്റ് ചെയ്ത് ഇത്രയും പൊട്ടുന്നത് തോന്നുന്നു. കാരണം കണ്ണാടി ഊരി വെച്ചിട്ടും കണ്ണാടി ഇട്ട് നോക്കിയപ്പോൾ ഒരേ എഫക്റ്റ്, കണ്ണിന്റെ കുഴപ്പമാണ്, ഒരേ പൊളിയിരിക്കുന്നു. വെറുതെ ടിക്കറ്റ് കാശ് പോയി. അത് നമുക്ക് ടിക്കറ്റിന് ആശുപത്രി 3D ആയതുകൊണ്ടോ എക്സ്ട്രാ പൈസ ഉണ്ടോ? എക്സ്ട്രാ പൈസ കണ്ണാടി പോകാൻ. എത്ര രൂപയാണ് ടിക്കറ്റിന് ചാർജ് അവിടെ? കണ്ണാടി തിരിച്ചു എനിക്ക് 220 കണ്ടായിരുന്നു ടിക്കറ്റിന്. പക്ഷെ BBR കാണാൻ നല്ല രസമായിരുന്നു. സെൻട്രൽ സ്കോപ്പ് അടിച്ചേക്കുന്നത് ഇത് മാത്രം, മറ്റേ ഈ ഇതല്ല. പിന്നെ വേറെ കാണാൻ മൊട്ടത്തല കാണാൻ പറ്റി. നല്ല എണ്ണ തേച്ച ഇഷ്ടപ്പെട്ടോ? തലാണ് സിദ്ദിഖിനെക്കാളും വലിയ തലയാണ് മൊട്ടത്തല കാണിക്കുന്നുണ്ട്. ഈ പുള്ളി 30 ഒരു മാസം മുഴുവൻ മൊട്ടത്തലയിൽ നടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വിഗും കൊണ്ട് വന്നിരുന്നു. മറ്റേ ഫുൾ മുടിയായിട്ടാണ്. ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് മുടി പറഞ്ഞു. ഞാൻ ഏതാ മേക്കപ്പ് എന്നുള്ള മനസ്സിലാകത്തല്ലേ? മുടി ഇല്ലാത്തതാണോ മുടി ഉള്ളതാണോ മേക്കപ്പ് എന്നുള്ള? ഇല്ലാത്തതാണോ നാച്ചുറൽ? അല്ല, പലരും പറഞ്ഞു ആദ്യത്തെ ആ കുട്ടി വളർന്നു പോയല്ലോ, അപ്പം കുറച്ചൊക്കെ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു പോരായ്മയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയല്ലേ? ജിജു ബുനോസ് ഡയനിങ് ഫിലിം നന്നായിട്ട് പറയും. ഇതിപ്പോൾ മോഹൻലാൽ നല്ലൊരു ആക്ട് ചെയ്തതാണ്. അവിടെ സന്തോഷ് ശിവനും രാജീവ് കുമാറാണ്. ഇയാൾ വെറുതെ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പുള്ളി അവിടെ നിന്ന് അഭിനയിക്കുകയാണ്, ഡയറക്ടറായിട്ട് അഭിനയിക്കുക. അപ്പോൾ അയാൾ പറയുന്നത് ശരിയല്ലല്ലോ. ആദ്യത്തെ മലയാളം സിനിമ ആക്ടർ അല്ല, ഒരു ആക്ടറാണ് 3D ഫിലിം ഡയറക്ട് ചെയ്യുമെന്ന് പറയുന്നത്. പുള്ളി പറഞ്ഞത് അതപ്പോൾ കള്ളത്തരമല്ലേ? പിന്നെ ഇതിൽ ക്ലൈമാക്സിൽ നമ്മുടെ പ്രണവ് വരുന്നുണ്ട്. അതുകൊണ്ടോ? പ്രണവുണ്ട്. പിന്നെ ആൻഡി പിബർ അഭിനയിക്കുന്നു. പിന്നെ അംശ സാധനം അതിനെയും പിടിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നാട്ടിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാം പിടിച്ച് അഭിനയിപ്പിക്കാവും. സമീർ ഹംസ അയാളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആൻഡി പിബർ എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നവരൊക്കെ ഇപ്പോൾ അവരൊക്കെ ഉള്ളെന്ന് തോന്നുന്നു മോഹൻലാലിൻ്റെ പടത്തിൽ. അത് വേറെ അന്ധവിശ്വാസമുണ്ട്. ആൻഡി പിബർ സിനിമയിൽ അഭിനയിച്ച ആ പടം ഹിറ്റാവും. ആര് പറഞ്ഞു? അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ട് അവർക്ക്. ദൃശ്യം ഹിറ്റായോണ്ട അതുകൊണ്ട് പുള്ളി എല്ലാ സിനിമയ്ക്കും അഭിനയിക്കാം. പുള്ളിക്ക് അഭിനയത്തിന്റെ ABC അറിയില്ല. ആൻഡി പിബർ പണ്ട് തൊട്ട് അഭിനയിക്കുന്നുണ്ട്. അഭിനയിക്കുന്നുണ്ട്. കിലിക്കറ്റിൽ അഭിനയിക്കുന്നുണ്ട്. ഇവിടെ പല പടത്തിലും പുള്ളിയെ കാണിക്കുമെന്ന് ഇങ്ങനെ അവിടെ ഇവിടെ നിൽക്കുന്നതായിട്ട്. അത് അങ്ങനെ കിലിക്കറ്റിലെ ഉണ്ടോ ചെറിയ സീനല്ല. അലിവായൊക്കെ പൊട്ടിയില്ല, അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ശരിയല്ലല്ലോ. അലിവായി പൊട്ടി വേണം ഷാജി കൈലാസ് മോഹൻലാലും സിനിമ ഏതാതെന്ന്. ഇപ്പം ഇത് പൊട്ടി. ഇതിനകത്ത് ആൻഡി പെരുമാർ അഭിനയിച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ആൻഡി പെരുമാർ മോഹൻലാൽ നടന്നിട്ട് ആകെ ഏറ്റവും ഒറ്റ പടം ഇതാണ് നരസിംഹം. വേറെ ഏതാ ഓടിക്കുന്നത്? ആൻഡി പെരുമാറും എൻ്റെ ടേസ്റ്റിൽ വന്ന് ഇറ്റായ പടം നരസിംഹം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം പോകണം. ഇയാളുടെ കരിയർ കളഞ്ഞിട്ട് ആൻഡി പെരുമാറാണ്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? എന്താണ് സിനിമ മോഹൻലാൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്താണ്. അല്ല, അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു കാലത്ത് പുള്ളി എന്തെല്ലാം സ്ക്രിപ്റ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന ആൻഡി പെരുമാറാണ്. ഇപ്പോഴും നല്ല സ്ക്രിപ്റ്റ് ചെയ്ത് അവൻ ചെയ്യുന്നില്ല. ഗൗതമേനോട് ഫിലിം ചെയ്യുന്നില്ല. ഇവിടെ ഇട്ടിമാണിക്ക് ചെയ്യുന്നത്. ഇട്ടിമാണി ആൻഡി പെരുമാറിൻ്റെ കസിൻസിൻ്റെ പടമാണ്. എന്നിട്ട് പുള്ളിയോട് പറയാണ് മോളെ പറയാണ് ഈ പടം മോളെ പറയാണ് ഈ പടം സൂപ്പർ ഹിറ്റാണ്. പുള്ളിക്ക് ഗൗതമേനോ എത്ര നാൾ പറയാറുള്ളതാണ്. എത്രയോ ഡോക്ടർ ബിജു എത്രയോ പേര് പുള്ളിക്ക് ചില പടം നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ചില പടം ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. VKP പറഞ്ഞു. ഇപ്പോൾ ഈ ലിജോസ് പള്ളിശ്ശേരി നേരത്തെ വേറെ പടം കൊണ്ടുപോയപ്പോൾ പുള്ളിക്ക് കോൺഫിഡൻസ് ഇല്ല. പുള്ളി ഒരു കംഫർട്ട് സോണിൽ നിന്നാണ് അഭിനയിക്കുന്നത്. പുള്ളിക്ക് അതിന് വ്യത്യസ്ത റോൾ എന്ന് കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഇൻ്റർവ്യൂ പറഞ്ഞു എനിക്ക് ചലഞ്ചാണ് പുതിയ ഡയറക്ടേഴ്സ് വർക്ക് ചെയ്യാം. പുതിയ ഡയറക്ടേഴ്സ് ഇതുവരെ കാണാത്ത ഫിലിംസാണ്. പുള്ളി കംഫർട്ട് സോണിൽ കുറേ ഇപ്പോൾ ശരിക്കും വ്യത്യസ്ത ഇപ്പോൾ മെത്തേഡ് ആക്ടിങ് ചെയ്ത സിനിമകൾ കുറവാണ്. ആർട്ട് ഫിലിംസ് പോലെ ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ കൊമേഴ്സ് ഫിലിംസ് എല്ലാം നാച്ചുറൽ ആക്ടിങ് ആണെങ്കിൽ അതെല്ലാം കംഫർട്ട് സോണിൽ ചെയ്തിരിക്കുകയാണ്. പുള്ളി അത് രഞ്ജിത്ത് പറഞ്ഞല്ലോ ഒരു കംഫർട്ട് സോൺ ഒരു അവരുടെ ഒപ്പം ചെയ്യുന്നു. മറ്റേത് പുള്ളിക്ക് മെനക്കെടാൻ വയ്യാന്ന് തോന്നുന്നു. പറ്റത്തില്ലെന്ന് അതുകൊണ്ട് മെനക്കെട്ടാൻ എന്തായാലും പറ്റില്ലെന്ന് തോന്നുന്നു. മെനക്കെടാൻ വയ്യായി ഒന്നുമില്ല. പുള്ളി മെനക്കെടുന്നില്ലേ? പണ്ട് ശ്രീകുമാരൻ തമ്മിൽ ഫിലിം കൊണ്ടുവന്നു. അത് പുള്ളി ചെയ്തില്ല. 90s ഒരു ഫിലിം കൊണ്ട് വന്നപ്പോൾ പുള്ളി മാറ്റാൻ പറഞ്ഞു. സ്ക്രിപ്റ്റെല്ലാം മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകുമാരൻ തമ്മിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായതാണ്. സ്ക്രിപ്റ്റൊക്കെ മാറ്റാൻ പറയാം. മറ്റേ ചക്രമൺ സിനിമ ഇടക്കിട്ട് പോയില്ലേ മറ്റേ സിബി മലയിലുണ്ടാ അതിമേലല്ലേ രോഹിതദാസിൻ്റെ. അതോടെ രോഹിതദാസിന്റെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ തുടങ്ങിയത്. പുള്ളി എത്ര കച്ചറ പടം ചെയ്യുന്നു. ഈ പടം ചെയ്ത് തീർക്കാൻ വേണ്ട. ചക്രമല എന്താ ഞാൻ ചോദിച്ചത്? ഒരു കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എന്നാലും മാർക്കും ഇഷ്ടപ്പെട്ടോ? കാണാൻ പടം
താൻ കണ്ടിട്ട് താൻ വയലൻസ് കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് മാർക്ക് കിട്ടുന്ന പടമാണ്. ഞാൻ ജോൺ വിക്ക് മൂവി കണ്ടിട്ടില്ല. പക്ഷേ ഇയാൾ പറഞ്ഞു ഇയാളെ ഡെത്ത് വിഷ് മൂവിയുടെ സംഭവം പടം ഉയർന്നാണ്. കഥ നോക്കണ്ട, നല്ല മേക്കിംഗ് ആണ്. നേരത്തെ ഞാൻ മേക്കപ്പ് ആണെങ്കിലും ഇന്ത്യൻ സിനിമയിൽ അനീഫ് ഫറാനിയുടെ മേക്കിംഗ് ഉയർന്നാണ്. കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ഞാൻ വിചാരിച്ച അവസാനം നിവിൻ പോളി വീണെന്ന് വെച്ചു. അതാണ് എല്ലാരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ വയലൻസ് സെക്കൻഡ് ഹാഫിലാണ്. നിങ്ങൾ റൈഫിൾ ക്ലബ്ബ് കണ്ടോ? അത് വേറൊരു പടം. ഉഗ്ര സാധനം. പക്ഷെ അണ്ണൻ കുറച്ച് കഴിഞ്ഞപ്പോ അണ്ണന് ബുദ്ധിമുട്ട് തോന്നി അല്ലേ? റൈഫിൾ ക്ലബ്ബ് നല്ലതാന്ന് എല്ലാരും പറഞ്ഞു. ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ല അതാന്നാ പറയുന്നത്. മൂന്ന് മാർക്കോ വേറൊരു ഇത് വേറൊരു മൂഡ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഹോളിവുഡ് ടച്ചില് മാർക്കോ വേറെ രീതിയിൽ ഇത് വേറെ. ഇപ്പൊ ഉണ്ണിമോഹൻ മീഡിയയുടെ സപ്പോർട്ട് വേണം. ഇതേ ഉണ്ണിമോഹൻ ജോവാക്കുകളുടെ പല മീഡിയക്കാരെ അവഗണിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ മറ്റിൽ വെച്ചാൽ എന്തിനാ പുള്ളിക്ക് മീഡിയക്കാരുടെ ഒരു പുച്ഛമുണ്ട്. ജോവാക്കാരുടെ വീഡിയോ ഇട്ടാണ് അതിന്റെ മീഡിയക്കാർ അതിന്റെ അന്ന് വനിതാ തിയേറ്ററിൽ വന്നിട്ട് മീഡിയക്കാരോട് ഭയങ്കര സംസാരം. ഇതെല്ലാം വെറുതെയാണ്. ഈ പറഞ്ഞ ഉണ്ണിമോഹന്റെ വേറെ പടം പറയാം. ഉണ്ണിമോഹന്റെ വേറെ പടം നിത്യമേന ശോധന പുള്ളി വിളിച്ചാണെന്ന്. പുള്ളി പറയാണ് നടിമാരെ പുള്ളി കല്യാണം കഴിക്കില്ല. പുള്ളിക്കാരി നടിമാരോട് പുച്ഛമാണ്. നടിമാർ മോശമല്ല, നടന്മാർ മോശമല്ലേ? എന്നിട്ട് നടിമാർ മാത്രം കുറ്റം പറയാണ്. അത് നടിമാർ മാത്രം. ഇപ്പൊ ഈ ലാലേട്ടനായാലും മമ്മൂക്ക ആയാലും സുരേഷ് ഗോപി ഇവരെല്ലാം കല്യാണിക്കുന്നത് നടിമാരെ കല്യാണിക്കില്ല, അല്ലാത്ത കല്യാണം. അപ്പം നടിമാർക്കും ജീവൻ വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ജീവൻ കൊടുക്കുന്നത്. നടിമാർക്ക് എന്താകുമ്പോൾ അവർ മനസ്സിലല്ലേ. പണ്ടും നടിമാരുടെ അവസ്ഥയാണ്. അവർ ഈ എല്ലാ അഭിനയിക്കും റിലേറ്റീവ്സ് എല്ലാം കാശ് കൊണ്ട് സ്ഥലം വിടും. കാസ്റ്റിംഗ് കൗച്ച് എന്തൊക്കെയാണ് അവർ അനുഭവിച്ചത് നടിമാരാണ്. അത് സിനിമ മാത്രമല്ല എല്ലാ മേഖലയിലുണ്ടോ അതറിയാം. അല്ല, ഈ ഫീൽഡ് കുറച്ച് കൂടുതലാണ്. എന്നാലും എത്ര നടിമാരെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പണ്ട്. കാസ്റ്റിംഗ് കൗച്ച് പണ്ട് പോലെ ഉള്ളവരുടെയാണ്. തന്നെ വിളിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് ആണെന്നല്ലേ. എന്നെ ആര് വിളിക്കുന്നു? നിങ്ങളെ ഗ്രൂപ്പിലെ കുറെ പേര് വിളിക്കുന്നു. ഷോർട്ട് ഫിലിമിലെ കാസ്റ്റിംഗ് കൗച്ച് അത്ര അല്ല അവള് തെളിയിക്കട്ടെ. ഞാൻ ചോദിച്ചു തെളിയിക്കട്ടെ. തെളിവ് കൊണ്ടിട്ട് പിള്ളേരെ കാണാം. പിന്നെ അങ്ങനൊന്നും വരത്തില്ല. എന്റെ ഊർജ്ജം ഞാനങ്ങനെ കൊടുക്കത്തില്ല. എന്തായാലും ഈ റോള് പെരേര ചെയ്യുന്ന അടിപൊളിയായിരുന്നു. മോഹൻലാലിന്റെ റോള് ഇതിനേക്കാൾ പട്ടുപിള്ളേര് വന്നതല്ല. അങ്ങനെ ആ തിയേറ്റർ തന്നെ ഇല്ലാതായി പോയത്. അത് അങ്ങനെ ഒരു ദുരന്തം. ചില സിനിമകളിൽ ഓവർ ആക്ടിങ് വരുന്നുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥ എന്താ നമുക്ക് മനസ്സിലാവും. പക്ഷെ വേറൊരു മൂടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഇംഗ്ലീഷ് പടത്തിന്റെ ഒരു എന്താ പറയാ കോസ്റ്റ്യൂം. ഇവിടെ മലയാളത്തിൽ പുതിയായിട്ട് സിനിമ ഉണ്ടാവുന്നില്ല, എല്ലാം കോമഡിയാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സായിപ്പുമാരാ സിനിമ കണ്ടുപിടിച്ചത്. കോപ്പി അടിക്കുന്ന ഫാദർ പ്രിയദർശനാണ്. ഇവിടെ ആരും ഒറിജിനൽ ഫിലിം ഉണ്ടാക്കില്ല. ഇവിടെ പ്രണയം പോലും ബ്ലസ്സിയുടെ പ്രണയം പോലും കോപ്പി ചെയ്യാൻ ഇവിടെ ഒറിജിനലായിട്ട് ആരും പടം ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ മാർക്കോ എന്ന് പറഞ്ഞ ഡെത്ത് വിഷും ജോൺ വിക്കും ഇവിടെ ഒറിജിനലായിട്ട് നമ്മളിപ്പോ ഞാൻ പണ്ട് ഒരു കഥയും കൊണ്ടിട്ട് പോയിട്ടുണ്ട് ആൾക്കാരുടെ അടുത്താണ്. അവർക്കത് വേണ്ട, കാരണം അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്ക് വേണ്ടി കോപ്പി അടിച്ച് പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നത്, ബ്ലാക്ക് മണി വൈറ്റ് ആക്കുക, നടിമാരൊപ്പം നടക്കുക. ഇതൊക്കെ ചെയ്തിട്ട് നല്ല റിവ്യൂ കൊടുക്കണം. പറഞ്ഞാൽ എന്ത് പരിപാടിയാണ് ഉഴപ്പി ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇവർ ലൊക്കേഷനിൽ വെച്ച് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന കഥ മോഷ്ടിക്കും. പിന്നെ ഇവരെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടിയാണ് മിക്ക സിനിമയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ നടിമാരൊപ്പം നടക്കാൻ വേണ്ടിയാണ് മിക്ക സിനിമയും. ഇതെല്ലാം ചെയ്തിട്ട് പടം മോശമായി കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ടുകൊണ്ട് പടം നന്നാവണം, നല്ല പടം പറയണം. എന്തുവരെ എല്ലാ പടവും നല്ലതാവും. അവർ മാത്രം കഷ്ടപ്പെടുന്നു, സിനിമാക്കാർ മാത്രം കഷ്ടപ്പെടുന്നു, വേറെ ആരും കഷ്ടപ്പെടുന്നില്ല. അല്ല പണ്ടത്തെ പോലല്ല, ഇപ്പോഴത്തെ പിള്ളേര് തുറന്ന് ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് പറഞ്ഞാൽ സിനിമ കണ്ടാൽ സിനിമ ഉണ്ടാക്കണം. മമ്മൂട്ടി പറഞ്ഞ സിനിമ കണ്ടാൽ സിനിമ ഉണ്ടാക്കണ്ട, ജീവിതം കണ്ട സിനിമ ഉണ്ടാക്കണം. ലോഹിതദാസിൽ അങ്ങനെയാണ്. ഇവിടുത്തെ ആൾക്കാർ കുറെ അല്ലെ ഇപ്പൊ ഗൂഗിൾ വന്നോടെ എല്ലാ ടെക്നോളജി വന്നോടെ പഴയ സിനിമ കുറെ കാണാം. കുറേ സിനിമ ഇപ്പൊ കൊറിയയിലും ഡയറക്ടർ ഉണ്ട്, അയാൾ അധികം സിനിമ കാണില്ല. കാരണം അധികം സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്പയർ ആവും. ഞാനും ഇപ്പൊ സിനിമ കാണാത്ത, എനിക്ക് ഇൻസ്പയർ ആവാൻ പറ്റത്തില്ല. എല്ലാരും ടെക്നിക്കലി അറിയാൻ വേണ്ടി സിനിമ കാണാൻ പറയും. ഡയറക്ഷൻ അല്ല, ആക്ടിങ് പഠിച്ചതാക്കാൻ പറ്റില്ല. പക്ഷെ ഡയറക്ഷനിൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം പഠിക്കാൻ നല്ല, കാരണം ടെക്നിക്കലി പല കാര്യം അറിയാം. സിനിമ എന്ന് പറഞ്ഞ സംവിധാനം കൊമേഴ്സ് ഫിലിം ചെയ്യുന്ന നാച്ചുറൽ ആക്ടിങ് ആണ്. കൊമേഴ്സ് ഫിലിം ആർട്ട് ഫിലിം ചെയ്യുമ്പോഴാണ് മെത്തേഡ് ആക്ടിങ് വരുന്നത്. മെത്തേഡ് ആക്ടിങ് ആണ് കുറച്ച് സ്ട്രെയിനുള്ള പണിയാണ്, കുറച്ച് സ്ട്രെയിൻ എടുക്കണം. അതിനാണ് കൂടുതൽ പെർഫെക്ഷനുള്ള അതിലാണ്. അത് ഇപ്പോഴത്തെ പിള്ളേർ ആരും ചെയ്യുന്നു, ക്യാരക്ടർ റോൾ എടുത്തിട്ട് ഇപ്പോഴത്തെ പിള്ളേർ ആരും ചെയ്യൂല്ല. പിന്നെ പറയുകയാണെങ്കിൽ
എന്തൊക്കെ വന്നാലും ഇപ്പം ഏറ്റവും നല്ല ക്യാരക്ടർ റോൾസാണ് ചെയ്യുന്നത് സിദ്ദിഖിനെയാണ്. പക്ഷേ പേഴ്സണൽ പ്രശ്നം ഉണ്ടെങ്കിലും ആസ് ആൻ ആക്ടർ നന്നായി ചെയ്യുന്നുണ്ട്. പുള്ളി നല്ല നല്ല ഒരുപാട് വെറൈറ്റി ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് പുള്ളി. അപ്പോൾ ഇന്ദ്രജിത്ത് അത് കൊള്ളാം. ഇപ്പൊ എനിക്ക് പ്രതീക്ഷയുള്ള ഒരു പടം എന്ന് പറഞ്ഞാണല്ലോ 3D. ഇനിയും കത്തനാര കത്തനാരുടെ ജയസൂര്യയുടെ കത്തനാര് ജയസൂര്യ വെച്ച് ചെയ്യുമ്പോഴേ പോക്കാം. അത് എനിക്ക് രണ്ട് പാർട്ടുണ്ട്. ആദ്യം വന്നപ്പോൾ പക്ഷെ നല്ല ജയസൂര്യ ആദ്യകാലത്ത് വന്നപ്പോൾ ഒരു വടുപ്പ് കടനായി. പക്ഷേ ഇപ്പോഴും വളിപ്പ ഇപ്പോൾ കുറച്ച് റോൾസ് ചെയ്യുന്നുണ്ടോ എന്ത് റോൾ ചെയ്തു കുഴപ്പമില്ല, നല്ല രസമായിരിക്കും. പുള്ളിക്ക് കങ്കാരൂർ ലൊക്കേഷനിൽ ഒരു സ്പാർക്ക് കിട്ടിയിട്ട് പുള്ളി ഇപ്പോൾ ആ വിക്കനായിട്ട് അഭിനയിച്ചില്ലേ, വിക്കനായിട്ട് സിനിമ അഭിനയിച്ചില്ലേ, നാഷണൽ പിന്നെ അതേപോലെ വെള്ളം അത് തന്നെ അഭിനയിക്കുന്നുണ്ട്. പണ്ട് വെറും വളിപ്പനായിരുന്നു. സ്വപ്നക്കൂടിന്റെ അകത്തൊക്കെ ഭയങ്കര ഉഴപ്പാരെന്ന് കേട്ടിട്ടുണ്ട്. വളിപ്പനായി ഒരു സ്പാർക്ക് കിട്ടിയതാ പുള്ളിക്കാം. ശരിയെന്നാ വെറുതേക്കല്ലേ, സമയമായി. ഇത്രയേ ഉള്ളൂ, ഇത്ര മതി. 15 മിനിറ്റായി മതി. നിങ്ങളൊരു ആഗ്രഹം പറഞ്ഞു വന്നു, അത്ര നേരം വേണ്ട. ഇപ്പൊ എനിക്ക് പോണം ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചുമ്മാ വർത്തമാനം പറയാം. നിന്റെ ഈ മാനേജ്മെന്റ് എങ്ങനെയുണ്ട് ഇവന്റെ? വെറുപ്പിക്കലാണ് എല്ലാരെയും. അങ്ങനെ വെറുപ്പിക്കണം, വേണ്ടാത്തവര് വെറുപ്പിക്കണ്ടേ. അണ്ണൻ ഇങ്ങനെ ചുമ്മാ ഇനി അവനെ ഒന്നും അങ്ങോട്ട് അടുപ്പിക്കണ്ട കേട്ടോ. ഇനി ആ പെരേരെയും കണ്ണനുണ്ടാക്കാൻ അണ്ണൻ്റെ അടുത്ത് വരണ്ട. പെരേരയ്ക്ക് റീച്ച് കൂടുതലുള്ള ആളല്ലേ, തന്നെ ഉണ്ടായിക്കോളാൻ പറ. തനിക്ക് റീച്ച് ഇല്ല. 1.5 മില്യണൊക്കെ ചെയ്യുന്ന അടിച്ചത് ആർക്കുണ്ടത്? ഇനി അത് കൂടും. വനിതേ പോകുന്നില്ലല്ലോ, ഇനി പോകരുത് കേട്ടോ. രണ്ടുപേരും വീട്ടിലോ നിർത്തും. അതല്ല, ഇനി വീട്ടിൽ വന്നാലും അധികം പേര് ഇനി അധികം അടുപ്പിക്കണ്ട. 6 റിവ്യൂ പറയുമ്പോൾ അതൊന്നുമില്ല. അതിന് 6 പേജിൽ ഓരോന്നും ഇടുന്നില്ല, അതൊക്കെ മതി റീച്ച് പിടിക്കാൻ. പിന്നെ ഇന്റർവ്യൂ വരുമ്പോ നീ തുറന്നു കഴിഞ്ഞാൽ എന്റെ പേരുടെ വീഡിയോസ് വലിയ കാണണം. പലർക്കും ഇന്റർവ്യൂ എന്റെ പൊന്നാറെണ്ണ ഇതിനകത്ത് കണ്ടന്റ് വരണമെന്നേ ഉള്ളൂ. അല്ലാതെ ആറെണ്ണ അവിടെ പോയിരുന്നുണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇപ്പൊ ഈ 1 മില്യൺ അടിച്ചത് സ്വന്തം ചാനലിൽ ഇടയ്ക്ക് 1 മില്യൺ അടിക്കാറുണ്ട്, നേരത്തെ അടിക്കാറുണ്ട്. അതുണ്ട്. പക്ഷേ ഞാൻ വേറെ പരിപാടികൾ നമുക്ക് പറയാം. ഇല്ല, ഇൻസ്റ്റയിലേക്ക് അത് റീച്ചാ. അവര് 1 മില്യൺ അടിച്ച് ഞാൻ ചെയ്ത് കൊടുത്ത ഒറ്റ വീഡിയോ 3 മില്യൺ. ലക്ഷങ്ങളെ വന്നിട്ടുള്ളൂ. എന്റെ കാര്യം പറഞ്ഞു, ബാക്കി എനിക്ക് തോന്നുന്നു 1 മില്യൺ അടിച്ചിട്ടില്ല. പെരേരയ്ക്ക് ഒറ്റ 3 മില്യൺ വന്നേക്കുന്നത് അവന്റെ പേജിൽ. നാളത്തേക്ക് ഒരു കണ്ടന്റ് പറയട്ടെ. എന്റെ കാര്യം പറഞ്ഞു, നാളെ അല്ല മറ്റന്നാൾ. ഇല്ലില്ല, അത് നടന്നോട്ടെ. ഒരു കാര്യം പറയട്ടെ. ആറെണ്ണ കട്ട് ചെയ്ത് പറഞ്ഞാൽ പറയാം. ഇല്ലില്ല, അതല്ല, വേറൊരു കാര്യം പറയട്ടെ. അതല്ലെന്ന് ഇത് കേക്ക്. ഒരു കണ്ടന്റ് പറയാം. ആറെണ്ണ നാളെ ഹെൽമെറ്റ് മേടിക്കുന്നു. ഈ പന്ന വണ്ടിയാണെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യുന്നത് സേഫ് അല്ല, മനസ്സിലാവും. ഒരു ചെറിയ ഹെൽമെറ്റ്, ഈ ചെറിയ ഹെൽമെറ്റ് ഇല്ലേ, അതൊരെണ്ണം മേടിക്കണം കേട്ടോ. നമുക്ക് നാളെ മേടിക്കാൻ പോവാം. അതൊരു കണ്ടന്റ് ആക്കിക്കുക. നീ കണ്ടില്ലല്ലോ നാളെ ഉച്ചയ്ക്ക് മുന്നേ പോകും. എന്ത് ചെയ്യാൻ പോവാ? അങ്ങോട്ട് എടുക്കല്ലേ, ഇങ്ങ വന്നേ. ഞാൻ കിടക്കാൻ പോവാ, വിട്ടു. ഇല്ലില്ല, മാറ്. എനിക്ക് കിടക്കണം, ഞാൻ ഉറങ്ങാൻ പോവാ. വിട്ടോ നിങ്ങള് അവിടെ കിടക്കല്ലേ, നേടറോ. ആര് ഈ കേട്ടോടാ. അപ്പൊ ഒരു ഹെൽമെറ്റ് മേടിച്ചു നോക്ക്. ഹെൽമെറ്റ് ഒക്കെ മേടിക്കാം. അപ്പൊ നാളെ ഒരു ഹെൽമെറ്റ് മേടിക്ക്. ഇനി പോലെ ഹെൽമെറ്റ് വെച്ച് ഓടിച്ചാൽ മതി വണ്ടി കേട്ടോ. അങ്ങനെ ഹെൽമെറ്റ് വെച്ച് ആരെണ്ണ ചുമ്മാ മറിഞ്ഞു വീണുണ്ടല്ലോ, തലയടിച്ച് വീണാൽ ചിലപ്പോൾ തൻ്റെ കിളി കുറച്ചുകൂടെ പോയാൽ പിന്നെ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. മോന്തടിച്ചൊക്കെ വീണ് കഴിഞ്ഞാൽ പണിയാ. സ്കൂട്ടറിൽ നിന്ന് വീഴും ഉറപ്പാ. ഇത്ര നാളെ വീണില്ല, ഭാഗ്യത്തിനാ വീഴാഞ്ഞ്. അത് സമ്മതിച്ചു. ഇനി ഹെൽമെറ്റ് വെച്ച് നടക്കുക. അങ്ങനെ അത് വെച്ചിട്ടുണ്ടോ. മറ്റേ ഹെൽമെറ്റ് അടിച്ചാൽ മതി. ഫേസ് കണ്ടോട്ടോ കുഴപ്പമില്ല, പക്ഷെ തല പ്രൊട്ടക്ട് ചെയ്യാം. അതെ അതെ, നല്ല പരിപാടിയാ. തട്ടി പോകത്തില്ല, കിടന്നു പോയാൽ എന്തു ചെയ്യും? ചേട്ടാ ചേട്ടാ വേറെ കാര്യം, ഇന്നാളെ ഞാൻ റോഡിൽ കൂടെ പോയപ്പോ ഒരു തേങ്ങ വന്ന് വീണ്. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ടാവും എന്റെ കിളി പോകാൻ, മനസ്സിലായോ? ഹെൽമെറ്റ് വെച്ചോ. നാളെ തന്നെ റെഡിയാണ്. ഇല്ല, ശരിയാകത്തില്ല. പോത്തേ ഉള്ളൂ. ഒരെണ്ണം കൂടെ പോവും. അപ്പൊ വെച്ചോ. നാളെ ഹെൽമെറ്റ് മേടിക്കും രാവിലെ. അണ്ണൻ ഹെൽമെറ്റ് മേടിക്കുന്ന സീനം കൊണ്ട് എടുത്തിട്ട് ഇനി മുതൽ 6 ഹെൽമെറ്റോടുകൂടി ആയിരിക്കും യാത്ര ചെയ്യുന്നത്. എന്നെ കുഴപ്പം പൊളിക്ക്. അതൊന്നുമില്ല, ചുമ്മാ അറിയുക. അത് ശരിയെന്നാ വിട്ടു. ഞാൻ ഉറക്കത്തിനായി.
മോള് പുറത്ത്